ഹലോ എവ്രി വൺ, ഐം സമീർ അജ്മൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് വാറിന് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലേബർ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അവർ കൊണ്ടുവന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1955 മുതൽ അങ്ങോട്ട് ശേഷമുള്ള കാലഘട്ടത്തിൽ ലേബർ പാർട്ടിയെക്കുറിച്ചാണ് നോക്കുന്നത്. ലേബർ പാർട്ടി ആദ്യമായിട്ട് ഒരു സ്വതന്ത്ര ഭൂരിപക്ഷ പാർട്ടിയായിട്ട് പാർലമെന്റിൽ വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. എന്നിരുന്നാലും ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു പാർട്ടിക്ക് നേരിടേണ്ടി വന്ന കാലഘട്ടമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്തൊരു കാലഘട്ടമാണ്. മറ്റു രാജ്യങ്ങളിൽ ഒരുപാട് കടങ്ങളുള്ള രാജ്യമായിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ മാറി. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ കംപ്ലീറ്റ് തകിടം മറിഞ്ഞ ഒരു കാലഘട്ടമായി മാറി. എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും വലിയ ഇൻഡസ്ട്രി, വ്യാപാര മേഖല എന്ന് പറയുന്നത്. അതുപോലും തകിടം മറിഞ്ഞൊരു അവസ്ഥയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് മാത്രമല്ല, റെയിൽവേ ഇൻഡസ്ട്രിയും ഒരു തകർച്ചയിലായിരുന്നു. മാത്രമല്ല, രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നത് വളരെ ലോ ആയിരുന്നു. നേരത്തെ നമ്മൾ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം ആ രാജ്യത്ത് അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകൾ, അതേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതേ അവസ്ഥകൾ തന്നെ ഇവിടെയും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഫുഡ് ഷോർട്ടേജിനെ കുറിച്ചും എന്തൊക്കെയാണ് ബ്രിട്ടൻ്റെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്ക് മെയിനായിട്ട് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില സ്കീമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് പോയിന്റുകൾ അതുപോലെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതിലും എഴുതാം. ഇത് എല്ലാ മേഖലകളെയും അവർ നാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ്. നാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദേശീയവൽക്കരണം ചെയ്തു. അതായത് അവരുടെ വ്യവസായ മേഖലകളെ, അതുവരെ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന മേഖലകളെയൊക്കെ തന്നെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും റെയിൽവേ ഇൻഡസ്ട്രി, കോൾ മൈൻസ്, അതായത് ഇംഗ്ലണ്ടിൻ്റെ ബാങ്ക്, റോഡ് മേഖല, ട്രാൻസ്പോർട്ട് മേഖല, വൈദ്യുതി മേഖല, ഇലക്ട്രിസിറ്റി, എല്ലാ രംഗത്തെയും നാഷണലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇവർ ആദ്യം ലേബർ പാർട്ടി കൊണ്ടുവന്ന ആദ്യ നടപടി. അതായത് ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഈ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി ലേബർ പാർട്ടി ചെയ്ത കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ഒരു തരത്തിലും കൺസർവേറ്റീവ്, ഓപ്പോസിഷൻ പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി ഇതിനെ എതിർത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകതയാണ്. ലേബർ പാർട്ടിയുടെ ക്ഷേമരാജ്യം എന്നുള്ള വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്, അതൊരു രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി നിയമവ്യവസ്ഥ തന്നെ കൊണ്ടുവന്നത് പാർലമെന്റിൽ ഒട്ടാകെ, രാജ്യം ഒട്ടാകം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അവർ കൊണ്ടുവന്ന മറ്റു നടപടികൾ നാഷണൽ ഇൻഷുറൻസ് പ്രോഗ്രാം, തൊഴിലില്ലായ്മ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടികൾ, അതുപോലെ തന്നെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ, സോഷ്യൽ ഇൻഷുറൻസ്, സൗജന്യ ആരോഗ്യ പരിചരണം ഓരോ പൗരന്മാരുടെയും, ഇത്തരത്തിലുള്ള നടപടികളാണ് ലേബർ പാർട്ടി കൊണ്ടുവന്നത്. US സെക്രട്ടറിയായ ജോർജ് സി മാർഷൽ അധികാരത്തിൽ വന്നതോടുകൂടി യൂറോപ്യൻ കോണ്ടിനെന്റിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഇത് ബ്രിട്ടന് വലിയൊരു ആശ്വാസ നടപടിയായി മാറി. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നമുക്കറിയാം അതുവരെ ബ്രിട്ടൻ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ കോളനികളാക്കി, അവരുടെ വലിയ സാമ്രാജ്യമാക്കി അവർ മാറ്റിയിരുന്നു. മറ്റു രാജ്യങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അതിനെയാണ് ഡീകൊളോണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന കോളനികളൊക്കെ സ്വതന്ത്രമായി. പ്രത്യേകിച്ച് ഇന്ത്യ, ബർമ്മ, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ. നമുക്കറിയാം, ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടി. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. പിന്നീട് 1950കളിലും 60കളിലും തുടർച്ചയായ പണപ്പെരുപ്പം ബ്രിട്ടനിൽ കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിന്നീട് ലേബർ പാർട്ടിയുടെ തകർച്ചയാണ് കാണാൻ പറ്റുന്നത്. 1951 രണ്ടാമത്തെ ജനറൽ ഇലക്ഷന് കൺസർവേറ്റീവ് പാർട്ടി വിൻസെന്റ് ചർച്ചിന്റെ കീഴിൽ അധികാരത്തിൽ വന്നു. 17 സീറ്റിന്റെ മജോറിറ്റി. അതിനുശേഷം 13 വർഷത്തോളം, അതായത് 1964 വരെ കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് മാറി മാറി പാർട്ടികൾ അധികാരത്തിൽ വരുന്നതാണ്. പിന്നീട് ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കൺസർവേറ്റീവ് പാർട്ടി വരുന്നുണ്ട്. പിന്നെയും ലേബർ പാർട്ടി വരുന്നുണ്ട്. അതാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്. പിന്നെ ഓരോ പാർട്ടികളും വന്നപ്പോൾ അവർ കൊണ്ടുവന്ന നടപടികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ 1950 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതൽ 2019 വരെയുള്ള ഈ ലേബർ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്.
2016 ഏറ്റവും വിപ്ലവാത്മകരമായിട്ടുള്ള ഒരു നടപടിയിൽ ബ്രിട്ടൻ ഇൻവോൾവ്ഡ് ആണ്. അതായത് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ പിൻവലിച്ചിട്ടുള്ളത്. ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അത് നടക്കുന്നത് 2016 അപ്പോൾ ഇത്രയൊക്കെയാണ് ലേബർ പാർട്ടിയെ കുറിച്ച് പറയാനുള്ളത്. അതായത് രണ്ടാം ലോക മഹായുദ്ധം മുതൽ 2019 വരെയുള്ള ലേബർ പാർട്ടിയും അവിടെ ആരൊക്കെ അധികാരത്തിൽ വന്നു, എന്തൊക്കെ പ്രോഗ്രാമുകൾ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.